വളരെ സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ്. പുൽവാമ ഭീകരാക്രമണത്തിന് കൃത്യമായ തിരിച്ചടി നൽകി ഇന്ത്യ എന്ന പുതിയ വിവരങ്ങളാണ് അറിയുന്നത്. പാക് അധീന കശ്മീരിലെ ഭീകര കേന്ദ്രങ്ങൾ പൂർണ്ണമായും ഇന്ത്യ ആക്രമിച്ചു. ബലാകോട്ടിലെ ആക്രമണം പുലർച്ചെ 3:30 12 മിറാഷ് വിമാനങ്ങൾ ചേർന്നുള്ള ആക്രമണത്തിൽ ഇവരുടെ ഭീകരതാവളം പൂർണ്ണമായും തകർന്നു എന്നാണ് വ്യോമസേന അറിയിക്കുന്നത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:30 അപ്രതീക്ഷിതമായ ആക്രമണം ഉണ്ടായത് എന്ന പുതിയ വിവരങ്ങൾ കൂടിയാണ് ഈ ഘട്ടത്തിൽ നമുക്ക് ലഭിക്കുന്നത്. ടി.കെ. റാഷിദ് ദില്ലിയിൽ നിന്ന്. 12 മിറാഷ് വിമാനങ്ങൾ എന്ന് പറയുന്ന വലിയൊരു വ്യൂഹമാണ് ഈ ഒരു ആക്രമണത്തിന് പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ഇന്ത്യ ഈ ബലാക്കോട്ട് എന്ന മേഖല നേരത്തെയും ഭീകര പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാനിൽ വളരെ സജീവമായ ഒരു കേന്ദ്രമാണ്. എന്നാൽ പാകിസ്ഥാൻ അവകാശപ്പെടുന്ന പ്രകാരമാണെങ്കിൽ മുസഫറാബാദ് മേഖലയിലാണ് ആദ്യം ലൈൻ ഓഫ് കൺട്രോൾ നിയന്ത്രണ രേഖ ഇന്ത്യൻ വ്യോമസേന മറികടന്നത്. അതിനുശേഷം ബലാക്കോട്ടിലൂടെ പാകിസ്ഥാന്റെ പ്രതികരണത്തെ തുടർന്ന് ഇന്ത്യയുടെ വിമാനങ്ങൾ തിരിച്ചു പറക്കുകയായിരുന്നു എന്നുള്ളതാണ് പാകിസ്ഥാൻ. ആദ്യത്തെ ഉറിയിലെ ഭീകരാക്രമണത്തിന് ശേഷം ആദ്യം സർജിക്കൽ സ്ട്രൈക്ക് ആണ് നടത്തിയത്. അതിന്റെ സ്വഭാവം വേറെയായിരുന്നു. ഇത് ഈ പോർവിമാനങ്ങളുമായി ഈ ഭീകര കേന്ദ്രങ്ങൾ തകർക്കുന്ന ഒരു സ്ട്രാറ്റജിക് മൂവ്മെന്റ് ആണോ നടത്തിയത്? പ്രാഥമിക വിവരങ്ങളാണ് ലഭിക്കുന്നത് എങ്കിൽ പോലും. റാഷിദ്, പുൽവാമയിൽ ഭീകരർ CRPF വ്യൂഹത്തിന് നേരെ നടത്തിയ ആക്രമണത്തിൽ അതിർത്തിയിൽ ശക്തമായി തിരിച്ചടിച്ച് ഇന്ത്യ പാക് അധിനിവേശ കശ്മീരിലെ ഭീകരതാവളം ഇന്ത്യയുടെ ആക്രമണത്തിൽ പൂർണ്ണമായി തകർന്നു എന്നാണ് ഇപ്പോൾ സേനയിൽ നിന്ന് ലഭിക്കുന്ന സൂചന. പുലർച്ചെ 3:30 ഇന്ത്യൻ വ്യോമസേനയാണ് ആക്രമണം നടത്തിയത്. ഭീകരതാവളങ്ങൾ പൂർണ്ണമായി തകർത്തു എന്നാണ് റിപ്പോർട്ട്. ഒന്നിലധികം ഭീകരതാവളങ്ങൾ ഈ സേനയുടെ വ്യോമാക്രമണത്തിൽ പൂർണ്ണമായും തകർന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത്. മിറാഷ് യുദ്ധവിമാനങ്ങളാണ് ദൗത്യത്തിൽ പങ്കെടുത്തത്. 12 മിറാഷ് 2000 ജെറ്റ് വിമാനങ്ങൾ 1000 പൗണ്ട് ബോംബാണ് നിയന്ത്രണ രേഖയ്ക്ക് അപ്പുറത്തുള്ള ഭീകര ക്യാമ്പുകളിലേക്ക് വർഷിച്ചത് എന്ന വിവരവും ലഭിക്കുന്നുണ്ട്. ഇന്ത്യൻ വ്യോമസേന അതിർത്തി കടന്നുവെന്നാരോപിച്ച് പാകിസ്ഥാൻ രംഗത്തെത്തിയതിന് പിന്നാലെയാണ് ഈ നിർണായകമായ വിവരം ലഭിക്കുന്നത്. പുറത്തുവരുന്ന തിരിച്ചടി തുടങ്ങിയതോടെ വിമാനങ്ങൾ തിരിച്ചു പറന്നു എന്നാണ് പാക് സൈനിക മേധാവി സേനയെ ഉദ്ധരിച്ചുകൊണ്ട് നേരത്തെ അവകാശവാദം ഉന്നയിച്ചത്. അതിന് മിനിറ്റുകൾക്കിപ്പുറമാണ് കൃത്യമായ തിരിച്ചടി ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി എന്ന തരത്തിലുള്ള വാർത്തയും പുറത്തു വരുന്നത്. റാഷിദ്, ഒരിക്കൽ കൂടി റാഷിദ്, എന്ത് സംഭവിച്ചു എന്നാണ് നമുക്ക് വിശ്വസിക്കാനാവുക ഇപ്പോൾ? ഒരു കൃത്യമായ ആക്രമണം പാക് ഭീകര കേന്ദ്രങ്ങളിൽ ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിരിക്കുന്നു എന്നത് നിസ്സംശയം പറയാൻ കഴിയുന്ന ഒരു ഘട്ടമാണ് എത്തിയിരിക്കുന്നത്. നേരത്തെ തന്നെ പലതരത്തിലുള്ള അതിർത്തിയിൽ സംഘടനകൾ, അതായത് പാക് സൈന്യവും ഇന്ത്യൻ സൈന്യവും തമ്മിലുള്ള ആർമികൾ തമ്മിലുള്ള വെടിവെപ്പുകൾ പലതവണ ഉണ്ടായിരുന്നു. പുൽവാമ ഭീകരാക്രമണത്തിന് ശേഷവും ഒരുപാട് തവണ വെടിനിർത്തൽ കരാർ പാക് സൈന്യം ലംഘിച്ചപ്പോൾ ശക്തമായി ഇന്ത്യ തിരിച്ചടിച്ചിരുന്നു. പക്ഷേ അതല്ല, പുൽവാമ ഭീകരാക്രമണത്തിലെ 44 ജവാന്മാരുടെ അവരുടെ ജീവൻ പൊലിഞ്ഞതിന് മറുപടിയായി ഇന്ത്യ തിരിച്ചടിച്ചിരിക്കുന്നു എന്ന് പറയാവുന്ന തരത്തിലുള്ള ഒരു ശക്തമായ തിരിച്ചടിയാണ് ഈ ഘട്ടത്തിൽ നടന്നിരിക്കുന്നത്. പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങളിലാണ് ഇന്ത്യ ആക്രമിച്ചിരിക്കുന്നത്. 12 സൈനിക വിമാനങ്ങൾ, വ്യോമസേനാ വിമാനങ്ങൾ, മിറാഷ് 2000 വിഭാഗത്തിൽപ്പെട്ട വിമാനങ്ങളാണ് ആക്രമണത്തിന് നേതൃത്വം നൽകിയത്. 12 വിമാനങ്ങൾ അടങ്ങുന്ന സന്നാഹം പുലർച്ചെ 3 മണിയോടുകൂടി പാക് ഭീകര കേന്ദ്രങ്ങൾ ആക്രമിക്കുകയായിരുന്നു.